നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 40-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അകമ്പടി നായകനായ നെബൂസരാൻ യിരെമ്യാവെ റാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവന് യഹോവയിങ്കൽ നിന്ന് ഉണ്ടായരുളപ്പാട്. ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരായ യെരുശലേമിലെയും യഹൂദയിലെയും സകല ബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ അകമ്പടി നായകൻ യിരെമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം അരുളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്ത് അവന്റെ വാക്ക് കേൾക്കാതിരുന്നത് കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ, നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ചു നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിലേക്ക് പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിലേക്ക് പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരണ്ട. ഇതാ, ദേശമൊക്കെ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പൊയ്ക്കൊള്ളുക. അവൻ വിട്ടുപോകും മുമ്പ് അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദല്യാവിന്റെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിന്റെ മധ്യേ പാർക്ക, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അകമ്പടി നായകൻ വഴിച്ചെലവും സമ്മാനവും കൊടുത്ത് അവനെ യാത്രയച്ചു. അങ്ങനെ യിരെമ്യാവ് മിസ്പയിൽ അഹീക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ പാർത്തു. ബാബേൽ രാജാവ് അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോകാത്ത ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചു എന്നും നാട്ടിൻപുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പയിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്നു. നെഥന്യാവിന്റെ മകനായ ഇസ്മയേൽ, കാരേഹിന്റെ പുത്രന്മാരായ യോഹാനാൻ, യോനാഥാനും, തൽഹൂമെത്തിന്റെ പുത്രനായ സെരായാവും, നെട്ടോഫാത്യനായ ഇഫ്രായിയുടെ പുത്രന്മാർ, മയഹാത്യന്റെ മകനായ യസന്യാവ് എന്നിവരും അവരുടെ ആളുകളും തന്നെ. ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്ത് പറഞ്ഞതെന്നാൽ, നിങ്ങൾ കൽദേരെ സേവിപ്പാൻ ഭയപ്പെടരുത്. ദേശത്ത് പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽദേർക്ക് ഉത്തരവാദിയായി മിസ്പയിൽ വസിക്കും. നിങ്ങളോ വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ച് പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ തന്നെ മോവാബിലും അമ്മോന്യരുടെ ഇടയിലും ഏദോമിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേൽ രാജാവ് യഹൂദയിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ട് ഉണ്ടെന്നും ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദല്യാവെ അവർക്ക് അധിപതി ആക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചെതറിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദ ദേശത്തേക്ക് ഗദല്യാവിന്റെ അടുക്കൽ മിസ്പയിൽ വന്നു. വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു. എന്നാൽ കാരാഹിന്റെ മകനായ യോഹാനാനും നാട്ടിൻപുറത്ത് പാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും മിസ്പയിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്നവനോട്, നിന്നെ കൊന്നുകളയേണ്ടതിന് അമ്മോന്യരുടെ രാജാവായ ബാലീസ് നെഥന്യാവിന്റെ മകനായ ഇസ്മയേലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അഹീക്കാമിന്റെ മകനായ ഗദല്യാവ് അവരുടെ വാക്ക് വിശ്വസിച്ചില്ല. പിന്നെ കാരേഹിന്റെ മകനായ യോഹനാൻ മിസ്പയിൽ വെച്ച് ഗദല്യാവോട് രഹസ്യമായി സംസാരിച്ചു. ഞാൻ ചെന്ന് ആരും അറിയാതെ നെഥന്യാവിന്റെ മകനായ ഇസ്മയേലിനെ കൊന്നുകളയട്ടെ. നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ചെതറിപ്പോകുവാനും യഹൂദയിൽ ശേഷിച്ചവർ നശിച്ചു പോകുവാനും തക്കവണ്ണം അവൻ നിന്നെ കൊല്ലുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ അഹീക്കാമിന്റെ മകൻ ഗദല്യാവ് കാരേഹിന്റെ മകൻ യോഹാനാനോട്, നീ ഈ കാര്യം ചെയ്യരുത്, നീ ഇസ്മയേലിനെ കുറിച്ച് ഭോഷ്ക് പറയുന്നു എന്ന് പറഞ്ഞു. മുന്നറിയിപ്പിനെ അവഗണിച്ചതിന്റെ ഭവിഷ്യത്ത് വിവരിക്കുന്ന അധ്യായമാണ് 40-ാം അധ്യായം. ബാബേൽ രാജാവിന്റെ സൈന്യം യെരുശലേം കീഴ്പ്പെടുത്തിയ ശേഷം രാജാവിന്റെ അകമ്പടി നായകനായിരുന്ന നെബൂസറാൻ റാമ എന്ന സ്ഥലത്ത് യെരുശലേമ്യരെ ബന്ധനസ്ഥരാക്കി കൂട്ടിവരുത്തി.
അവിടെ നിന്നായിരുന്നു അവരെ ബാബേലിലേക്ക് കൊണ്ടുപോകാൻ ഇരുന്നത്. യിരെമ്യാവും അവരിൽ ഒരാളായിരുന്നു. എന്നാൽ യിരെമ്യാവിൻ്റെ കൈവിലം കഴിച്ച് സ്വതന്ത്രനാക്കിയിട്ട് പറഞ്ഞത്, എൻ്റെ കൂടെ ബാബേലിൽ വന്ന് സുഖമായി കഴിയാം, അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ള ദേശത്ത് പാർക്കാം. യിരെമ്യാവ് ഇവിടെ ശേഷിച്ചവരോട് കൂടെ പാർക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ രാജാവ് ദേശാധിപതി ആക്കിയിരുന്ന ഗദല്യാവിൻ്റെ അടുത്തേക്ക് വഴിച്ചെലവും സമ്മാനവും കൊടുത്ത് അയച്ചു. ഗദല്യാവിനെ ദേശാധിപതി ആക്കിയതറിഞ്ഞ് മോവാബിലേക്കും അമ്മോന്യരുടെ ദേശത്തേക്കും ചിതറിപ്പോയിരുന്ന യഹൂദർ മടങ്ങി വന്ന് വീഞ്ഞും പഴവും ഒക്കെ ശേഖരിച്ചു കൊണ്ടുപോയി. എന്നാൽ ഗദല്യാവിനെ ദേശാധിപതിയാക്കിയതിൽ അസൂയ പൂണ്ട ഇസ്മയേൽ എന്ന പ്രഭു അമ്മോന്യ രാജാവിന്റെ താല്പര്യപ്രകാരം ഗദല്യാവെ കൊല്ലാൻ പദ്ധതിയിട്ടു. അത് മണത്തറിഞ്ഞ യോഹാനാനും കൂട്ടരും ഈ കാര്യം തക്ക സമയത്ത് ഗദല്യാവിനെ അറിയിച്ചെങ്കിലും ഗദല്യാവ് അത് ഗണ്യമാക്കിയില്ല. നീ ഭോഷ്കു പറയുകയാണെന്നാണ് അയാൾ മുഖത്തു നോക്കി പറഞ്ഞത്. അദ്ദേഹം ആ മുന്നറിയിപ്പിനെ അവഗണിച്ചു. മുന്നറിയിപ്പുകളെ അവഗണിച്ചവരെല്ലാം അനുഭവിച്ചിട്ടേ ഉള്ളൂ. നമുക്കറിയാം, നോഹയുടെ കാലത്ത് ജലപ്രളയം വരാൻ പോകുന്നു എന്നുള്ള കാര്യം നോഹ പ്രസംഗിച്ചു. നോഹ നീതി പ്രസംഗിയായിരുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ വാസ്തവത്തിൽ യേശുവിൻ്റെ ആത്മാവാണ് നോഹയോട് കൂടെ ഇരുന്ന് പ്രസംഗിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ജനം അത് കളിയായി കണക്കാക്കി. അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജലപ്രളയത്തിന് ഇരയായി. മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചതായിരുന്നു കാരണം. അതുപോലെ നമുക്കറിയാം, ലോത്ത് പോയി പാർത്ത സോദോമിൽ അതിനെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ലോത്തിനോടും കുടുംബത്തോടും പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോവുക, തിരിഞ്ഞു നോക്കരുത്. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ ആ മുന്നറിയിപ്പിനെ അവഗണിച്ച് അവൾ തിരിഞ്ഞു നോക്കി. അവൾ പുതുണായി തീരുവാൻ ഇടയായിത്തീർന്നു. ഇസ്രായേലിനോട് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട വന്ന കാലത്ത് തന്നെ ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ പിറുപിറുക്കരുത്, വിഗ്രഹ സേവ ചെയ്യരുത്, നിങ്ങൾ എന്നെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആരാധിക്കണം. പക്ഷെ അവർ പിറുപിറുത്തു, അവർ മത്സരിച്ചു, അവർ വിഗ്രഹാരാധികളായി. അവർ ദൈവവചനത്തെ കാറ്റിൽ പറത്തി. തന്മൂലമാണ് അഗ്നിസർപ്പങ്ങളെ ദൈവം അനുവദിച്ച് അവരിൽ പലരും കൊല്ലപ്പെടാനിടയായത്. വലിയ ബാധകളുണ്ടായി, അവരെ കൊല്ലപ്പെടുവാൻ ഇടയായി. വേദപുസ്തകം ചരിത്രം പരിശോധിച്ചാൽ എവിടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചിട്ടുണ്ടോ അവരൊക്കെ വ്യക്തിയായാലും കുടുംബമായാലും അല്ല, ഒരു ദേശമായാലും സമൂഹമായാലും ജാതിയായാലും ഒരു സാമ്രാജ്യമായാലും അവർ തകർന്നിട്ടുണ്ട്. ഇവിടെ ഗദല്യാവോട് അവൻ്റെ സ്നേഹിതൻ വന്ന് പറഞ്ഞതാണ്, നീ ശ്രദ്ധിക്കണം, നിന്നെ കൊല്ലാനായിട്ട് അമ്മോന്യരുമായിട്ട് ഒരാൾ ഒത്തിട്ടുണ്ട്. പക്ഷേ അയാളത് കാര്യമാക്കി. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ ശത്രുവായ സാത്താൻ ജീവിക്കുന്നു. അതുകൊണ്ട് സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം, പഠിക്കണം. അത് കളിയായി വിചാരിക്കാൻ പാടില്ല. സാത്താൻ നമ്മൾ തോൽപ്പിക്കരുത് എന്ന് വാക്യമുണ്ട്. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ നമുക്കിടയാകണം. യേശു നമുക്ക് മാതൃകയാണ്. യേശുവിനെ പിശാച് ആവർത്തിച്ച് പരീക്ഷിച്ചു. പക്ഷേ വചനത്താൽ യേശു ജയിച്ചതുപോലെ ദൈവവചനം വായിച്ച് സംഗ്രഹിച്ച് അതിനെ ആയുധമാക്കി ഒരുക്കി വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.